കേണൽ ഡിന്നി, ഇപ്പോൾ നോക്കൂ, ജെയ്ഷെ മുഹമ്മദിൻ്റെ അൽ ഫലാഹ് മൊഡ്യൂളാണ് ആക്രമണം നടത്തിയെന്നാണ് ഡൽഹി പോലീസിൻ്റെ സ്ഥിരീകരണം. സാധാരണ ഇത്തരത്തിൽ സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ ആ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്തം ഏതെങ്കിലും ഒരു ഭീകര സംഘടന ഏറ്റെടുക്കാറുണ്ട്. ഈ നിമിഷം വരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതിന് പിറകിൽ ജെയ്ഷെ മുഹമ്മദാണ്. മാത്രമല്ല, ഈ പിടിയിലായ ആളുകൾക്കൊക്കെ ജെയ്ഷെ മുഹമ്മദ് കണക്ഷൻ ഉണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ ഡൽഹി പോലീസ് അങ്ങനെ ഒരു സ്ഥിരീകരണവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്? ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ബ്ലാസ്റ്റ് അതൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള പാകിസ്ഥാൻ ISI ബേസ്ഡ് ആയിട്ടുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു രീതിയാണ്. അതായത് ഒരു വണ്ടി വെഹിക്കിൾ ബേസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങൾ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. ഇത് ശ്രീനഗറിൽ കണ്ടിട്ടുണ്ട്, മറ്റു സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് ഒരു വണ്ടിയില്ലാത്ത എക്സ്പ്ലോസീവ് വെച്ച് ഒന്നീ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ വലിയൊരു സ്ഥലത്ത് ഇടിച്ചു കയറിക്കൊണ്ട് വലിയ ബ്ലാസ്റ്റ് ഉണ്ടാക്കുക. പണ്ട് 2000-ലൊക്കെ ശ്രീനഗർ BB ക്യാൻറ്റിലൊക്കെ ഇതുപോലെ വന്ന് ചെയ്ത് സൂസൈഡ് മിഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒരു രീതി തന്നെയാണ് ഇപ്പോഴും ഇത് കാണുന്നത്. അതുകൊണ്ടാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ജെയ്ഷെ മുഹമ്മദ് അത്രത്തോളം സ്ട്രോങ് ആണോ ഇപ്പോഴും? അവർക്ക് ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻ ചെയ്യാൻ പറ്റും ശ്രീ അനിൽ. പക്ഷെ പണ്ടത്തെ പോലെ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അതാണല്ലോ ഇവരുടെ ഒരു സ്ട്രാറ്റജി ഷിഫ്റ്റ് ആയത്. ഇപ്പം ഈ വൈറ്റ് കോളർ ടെററിലേക്ക് അവർക്ക് വരുന്നത് വെച്ചാൽ ഇതൊരു ഈസി ടാർഗറ്റ് ആണ്, ഈസി രീതിയാണ്. അപ്പൊ അതായത് ഇവർ 2-3 ഡോക്ടേഴ്സിനെ അവർക്ക് ബ്രെയിൻ വാഷ് ചെയ്ത് അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നീട് അവർ ഈ ഡോക്ടേഴ്സിനൊന്നും ഇതിനെക്കുറിച്ചുള്ള ഈ അത്രമാത്രം ട്രെയിനിങ് കിട്ടിയ ആളുകളൊന്നും ആയിരിക്കത്തില്ല. അതായത് ഈ എക്സ്പ്ലോസീവ്സ് എവിടെ കൊണ്ടുപോകണം. അതുകൊണ്ടാണ് ഒരു കണക്കിന് ഭാഗ്യത്തിനാണ് അത്രയും വലിയൊരു കാഷ്വാലിറ്റീസ് ഉണ്ടാകാതിരുന്നത്. പണ്ട് ജെയ്ഷെ മുഹമ്മദിന് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു രീതി ഇന്നില്ല. അതൊരു വാസ്തവം തന്നെയാണ്. കശ്മീർ താഴ്വരയിലില്ല, ഭാരതത്തിന്റെ മറ്റു സ്ഥലത്തില്ല. പക്ഷെ അപ്പൊ അതുകൊണ്ട് എന്താ അവർ സ്ട്രാറ്റജി മാറ്റി ഇതുപോലത്തെ ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്ത് അവർക്ക് ധാരാളം എക്സ്പ്ലോസീവും മറ്റു കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുകയും അതിനകത്ത് ഭാരതത്തിന്റെ ഉള്ളിൽ തന്നെ പല സ്ലീപ്പർ സെല്ലിന്റെ ആളുകൾ ഉണ്ട്. അപ്പൊ അവരിലൂടെ ഇത് വന്ന് എത്തിക്കുകയും ചെയ്തിട്ട് അവരെ കൊണ്ട് എവിടെയെങ്കിലും ഒരു സൂസൈഡ് മിഷനിലേക്ക് വിടുക എന്നുള്ള രീതിയാണ്. അപ്പം ഇന്നും ആ ഒരു ത്രെറ്റ് അല്ലെങ്കിൽ ആ ഒരു ഭീകരവാദം ഉണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവ് തന്നെയാണ്. പക്ഷെ പണ്ട് നടന്നിരുന്ന രീതിയിലേക്കുള്ള അത്ര ഒരു ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും തീർച്ചയായിട്ടും അവർക്ക് അത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ ഭീകരവാദം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കത് സീറോ ആക്കാൻ പറ്റില്ല. ഒരു രാജ്യത്തിനും ആക്കാൻ പറ്റത്തില്ല. അത് ഭാരതം മാത്രമല്ല, വേറെ ഏത് രാജ്യങ്ങളിലും ആ രാജ്യങ്ങളിലും ആർക്കും ഈ ഭീകരവാദത്തിനെ കംപ്ലീറ്റ് ആയിട്ട് സീറോ, ഇന്ന് മുതൽ സീറോ ഒന്നും അങ്ങനെ ഒരിക്കലും ഒരു രാജ്യം വരുന്നത്. ഇപ്പൊ എത്ര പവർഫുൾ ആയിട്ടുള്ള രാജ്യമായിട്ടുള്ള അമേരിക്ക ആയാലും ചൈന ആയാലും വേറെ ഏത് രാജ്യം, അവിടെയൊക്കെ ഭീകരവാദം കാണും. കാരണം ഈ ഒരു ആശയം എന്നുള്ള കാര്യം അത് മനുഷ്യനിലേക്ക് പകർന്ന് അത് മനുഷ്യന്റെ മനസ്സാണ്. അതിനെ ഒന്നിനെ നമുക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ നിലയ്ക്ക് ഈ ഭീകരവാദം കണ്ടെയ്ൻ ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. കണ്ടെയ്ൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ലെവലിലേക്ക് നമുക്ക് നിർത്താൻ സാധിക്കും. എങ്ങനെയാണ്? ഒന്ന്, അവർക്ക് തിരിച്ചടി കിട്ടും എന്നുള്ളൊരു ഭയം. ആ ഭയത്തിന്റെ പേരിൽ അവർ ഇപ്പൊ നോക്കൂ, നമ്മൾ തിരിച്ചടി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഭാരതം എങ്ങനെയായിരുന്നു? ഭാരതം മൊത്തം കത്തുകയാണ്. ഭാരതത്തിൽ മൊത്തം പല സ്ഥലത്തും ബ്ലാസ്റ്റിൽ നടന്നാണ്. പക്ഷെ പാകിസ്ഥാന്റെ ഉള്ളിൽ ചെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഭീതി ഉണ്ടായതാണ് അവർ നേരത്തെ ശ്രീ അനിൽ ചോദിച്ച പോലെ വലിയ രീതിയിലേക്കുള്ള കാര്യങ്ങൾ അവർ ചെയ്യാത്തത്. അപ്പൊ ഇതിന്റെയും ഈ ഒരു ഇൻസിഡന്റ്, ഈ ഒരു ടെറർ സ്ട്രൈക്ക്, അതിനും പ്രൈം മിനിസ്റ്റർ മോദി ഇന്ന് പറഞ്ഞത്, ഹിന്ദിയിലും ഇംഗ്ലീഷിലും വ്യക്തമായി പറഞ്ഞത്, ആരാണോ അതിന്റെ ബാക്കിൽ അവരെ ഞങ്ങൾ കണ്ടെത്തുകയും ചെയ്യും, അവരെ നമുക്ക് ശിക്ഷിക്കുകയും ചെയ്യും, പെർപെട്രേറ്റേഴ്സ് വിൽ ബി ബ്രോട്ട് ടു ജസ്റ്റിസ് എന്ന് അദ്ദേഹം പറഞ്ഞത്. അത് വളരെ വ്യക്തമായിട്ടുള്ള, അതിന് നേരത്തെയും നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ കാണിച്ചിട്ടുണ്ട്, ബാലക്കോട്ട് സ്ട്രൈക്കിലൂടെ കാണിച്ചിട്ടുണ്ട്, പുൽവാമ കഴിഞ്ഞിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കിലൂടെ കാണിച്ചിട്ടുണ്ട്. ഡെഫിനറ്റ്ലി. അപ്പം ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളത് നമ്മൾ വരും ദിവസങ്ങളിൽ കാണാം. ഭാരതത്തെ സംബന്ധിച്ചോളം എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഞാൻ ഇന്ന് അറിഞ്ഞത്, അത് ശ്രീ അനിൽ ചിലപ്പം അത് അറിഞ്ഞു കാണും, പാകിസ്ഥാന്റെ ഉള്ളിൽ ഇസ്ലാമാബാദിൽ ഒരു കാർ ബോംബ് ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്. ആളുകൾ അവിടെ അജ്ഞാതവരാണ്, എനിക്കറിയില്ല ആരാണെന്നത്. വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ചില ഓരോ ആളുകൾ അവിടെ പോയി അവിടെ ഇവിടെയൊക്കെ വെടിവെച്ച് സമാധാനമായിട്ട് ഭീകരവാദം ചെയ്യുന്ന ആളുകളെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. അത് ആരാണ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിനകത്ത് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് ശ്രീ അജിത് ഡോവൽ പറഞ്ഞ ഒരു കാര്യമാണ്. ഇഫ് ദേ തിങ്ക് ദേ നോ ദ ഗെയിം, വി നോ ദ ഗെയിം ബെറ്റർ. അതായത് അവർ വിചാരിക്കുകയാണ് അവർക്ക് കളിക്കാൻ അറിയാമെങ്കിൽ അവരെക്കാട്ടി നന്നായിട്ട് നമുക്ക് കളിക്കാൻ അറിയാം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒറ്റ കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സെക്കൻഡ് ഫേസ് അതിലേക്ക് പോകുമോ ഭാരതം? കാരണം ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരു രണ്ടാം ഘട്ടം
ഓപ്പറേഷൻ നമുക്ക് പ്രതീക്ഷിക്കാമോ? ശ്രീ അനിൽ, അതിനകത്ത് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ കാര്യം, ഓൾ ഓപ്ഷൻസ് ആർ അവൈലബിൾ. എല്ലാ ഓപ്ഷൻസും ഭാരതത്തിന്റെ മുന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പാകിസ്ഥാൻ ഓൾറെഡി അവരുടെ സൈന്യത്തിന് റെഡ് അലേർട്ട് കൊടുത്തിരിക്കുകയാണ്. അതായത് നിങ്ങൾ തയ്യാറായിരിക്കൂ എന്നുള്ളത് അവരുടെ സൈന്യം ഒരു സ്റ്റേറ്റ് ഓഫ് ഹൈ അലേർട്ടിലാണ്. നമ്മുടെ പ്രധാനമന്ത്രി അതേ സമയത്ത് ഭൂട്ടാനിൽ വിസിറ്റ് ചെയ്യാണ്. അപ്പൊ നോക്കൂ, പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ മോദി വളരെ കോൺഫിഡന്റ് ആണ്. ഭാരതത്തെ എന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്, ഭാരതത്തിന്റെ വികസനം എങ്ങനെ നടക്കണമെന്ന് വളരെ കോൺഫിഡന്റ് ആണ്. അപ്പൊ ബാക്കി കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വരും മുന്നോട്ട്. അത് ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഓപ്ഷൻസും അവൈലബിൾ ആണ്. നമ്മളിപ്പോ ഒരു മിലിറ്ററി ഓപ്ഷൻ മാത്രമല്ല ഞാൻ നോക്കുന്നത്. ഞാൻ അതിനകത്ത് ഇപ്പം ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പാകിസ്ഥാന്റെ അപ്പുറത്തെ സൈഡിൽ അഫ്ഗാനിസ്ഥാൻ പോലും നമ്മളെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൊ ഏത് സ്ഥലത്തുനിന്ന് എങ്ങനെ വേണമെങ്കിലും എവിടെയൊക്കെ ടൈറ്റ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ നമുക്ക് ടൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പം. അതുകൊണ്ട് പാകിസ്ഥാനെ സംബന്ധിച്ചോളം അവരാണ് ഇതിനകത്ത് ബാക്കിൽ എന്നുള്ളതിനകത്ത് സംശയമൊന്നുമില്ല. ഇനി വരും ദിവസങ്ങളിൽ അതിന്റെ ആ ഒരു തിരിച്ചടി എന്നുള്ള നിലയിലുള്ള പല ന്യൂസും പുറത്തോട്ട് വരും. പക്ഷെ ഒരു ഫുൾ സ്കെയിൽ യുദ്ധമോ അല്ലെങ്കിൽ ഒരു പഴയ അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഭാരതത്തെ സംബന്ധിച്ചോളം ഇപ്പം ഭാരതം വലിയൊരു ദൗത്യത്തിലേക്കാണ്. നമ്മളൊരു വികസിത രാജ്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചോളം അങ്ങനെ പോകരുതെന്നാണ് അവരുടെ ആവശ്യം. ഭാരതവും പാകിസ്ഥാനെ പോലെ അതേ ലെവലിൽ നിന്ന് ഒരു സെക്യൂരിറ്റി സ്റ്റേറ്റ് ആയിട്ട് മാറണമെന്നാണ് അവരുടെ താല്പര്യം. അവരുടെ ഫീൽഡ് മാർഷൽ അസീം മുനീറൊക്കെ അതുകൊണ്ടാണ് നിരന്തരമായിട്ട് ഈ കാര്യത്തിൽ പറയുന്നത് ഭാരതത്തിനെ എക്കണോമിക്കലി നമുക്ക് തകർക്കാൻ സാധിക്കണം എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. പ്രതിരോധ വിദഗ്ധനോട് ഒരു ഒറ്റ കാര്യം കൂടി, അതായത് ഈ ബംഗ്ലാദേശ് ലോഞ്ച് പാഡ് ആക്കും എന്നുള്ള ഒരു ഇത് കൂടെ കേൾക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ജെയ്ഷെ മുഹമ്മദ് അവരുടെ ഓപ്പറേഷൻ ബംഗ്ലാദേശ് കേന്ദ്രമാക്കിയിട്ട് അറ്റാക്ക് നടത്തും, അങ്ങനെ ഒരു വാർത്തയും ഞാൻ കണ്ടു. അതൊരു വ്യാമോഹം മാത്രമാണ് ശ്രീ അനിൽ, അതൊരു വ്യാമോഹം മാത്രമാണ്. അവരുടെ സ്വന്തം സൈഡിൽ നിൽക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. അഫ്ഗാനിസ്ഥാനിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അഫ്ഗാനിസ്ഥാന്റെ താലിബാന്റെ ഫോറിൻ മിനിസ്റ്റർ ഭാരതത്തിൽ വന്ന് ഇവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്താണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർക്ക് കളി അറിയാമെങ്കിൽ അതിനെക്കാട്ടി നന്നായിട്ട് നമുക്ക് കളി അറിയാം. ഇനി ബാംഗ്ലാദേശിന്റെ കാര്യം ബാംഗ്ലാദേശും ഒരു മാറ്റർ ഓഫ് ടൈം മാത്രമാണ്. അവിടെ കുറച്ച് ആളുകളെ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും ഭാരതവും ബാംഗ്ലാദേശും തമ്മിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം വരും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അത് കുറച്ച് ആളുകൾ മാത്രം ഇപ്പം ഇങ്ങനെ ഒരു നിൽക്കുകയാണ്. അതിന്റെ ബാംഗ്ലാദേശിന്റെ ആർമി ചീഫ് പോലും ഭാരതത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പം പക്ഷെ ഇപ്പോഴത്തെ അവിടുത്തെ കുറച്ച് ജമാഅത്തിന്റെയൊക്കെ ആളുകളായിട്ടുള്ള ഒരു രീതി കൊണ്ടാണ് ബാംഗ്ലാദേശിലെ ചില പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഒക്കെ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെന്റ് തരുന്നത്. പക്ഷെ അതല്ലാതെ അവരെയും നമുക്കറിയാം അവരുടെ താല്പര്യങ്ങൾ എങ്ങനെയാണ്, നമ്മുടെ താല്പര്യങ്ങൾ അവിടെ ബാംഗ്ലാദേശിൽ എങ്ങനെയാണ് നമുക്ക് സേഫായി വെക്കാനുള്ളത് അത് അറിയാം. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ബാംഗ്ലാദേശിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നത് അതൊരു വ്യാമോഹം മാത്രമാണ്. സ്വന്തം മണ്ണിൽ നിന്ന് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, പിന്നാണ് അവർ ബാംഗ്ലാദേശിൽ വന്നിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ആ രീതിയിലൊന്നും ചെയ്യേണ്ട. എനിക്ക് തോന്നുന്നു ഭാരതത്തിന്റെ ബോർഡറിനെ കാട്ടി കൂടുതൽ വറി ഇന്ന് പാകിസ്ഥാൻ ചെയ്യേണ്ടുള്ളത് അഫ്ഗാനിസ്ഥാൻ ബോർഡറാണ്. കാരണം പഷ്തൂൺ പഠാൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ വലിയൊരു ഭാഗം അടർത്തിക്കൊണ്ട് പോകും. ഒരിക്കൽ കൂടി ശ്രീ അജിത് ഡോവലിന്റെ ലാസ്റ്റ് ഒരു ഭാഗം കൂടെ നമ്മൾ പറയാണ്, യു ഡു വൺ മുംബൈ ആൻഡ് ബലൂചിസ്ഥാൻ വിൽ ബി ഗോൺ ഫോർ എവർ എന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ ഒരു മുംബൈ ചെയ്ത് കഴിഞ്ഞാൽ ബലൂചിസ്ഥാൻ നിങ്ങൾക്ക് ഇല്ലാതാവുമെന്ന് ഇന്നത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ശ്രീ അജിത് ഡോവൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് അവർക്കും അറിയാം.